ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ മെയ് അപ്ഡേറ്റ് നമ്മുടെ സാംസങ് S23 സീരീസുകൾക്കും S24 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റീസെൻ്റ്ലി കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ S23 അൾട്രയിൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് S23ലും അത് അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെൻ്റെ നോർമൽ S23 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഈ സാധനം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ One UI 7 നമ്മുടെ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ നോർമൽ S23 സീരീസുകൾക്ക് S20 അൾട്രയ്ക്ക് ഉണ്ടായിരുന്നില്ലേ മെയിൻ ഇഷ്യൂ. ഇത് പക്ഷേ എല്ലാവർക്കും ഇല്ല കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊന്നും ഒരു ഇഷ്യൂസും ഇല്ല, കുറേ പേർക്ക് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു കോമൺ ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല. ബാറ്ററി ഡേനും അതുപോലെ തന്നെ ഹീറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഫിക്സും കാണാനൊക്കെ ആയിട്ടാണ് അപ്പോൾ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് മെയ് അപ്ഡേറ്റ് ആയിട്ട് വന്നേക്കുന്നത്, സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് 463.37 MB ആണ്. അതുപോലെ തന്നെ വേർഷൻ പറയുകയാണെങ്കിൽ S911BX S80Y0B എന്ന് പറഞ്ഞൊരു സീരിയൽ വേർഷനാണ് അതിൽ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ആക്ച്വലി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ്മെൻറ്റും ബഗ് ഫിക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ നമ്മുടെ പെർഫോമൻസ് ശരിക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. എന്താ വെച്ചാൽ കുറച്ചും കൂടിയും എന്താ പറയുക ഒരു സ്മൂത്ത് വന്ന പോലെ ഉണ്ട് ആൻഡ്രോയിഡ് 1 അപ്ഡേറ്റിന് ശേഷം. പിന്നെ നമുക്ക് ബാറ്ററി ഡ്രെയിൻ, ഐഡിയൽ ബാറ്ററി ഡ്രെയിനും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പണ്ടത്തെ കാട്ടും. മറ്റത് ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആവാറുണ്ട്, അത് ചെറുതായിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഹീറ്റിങ്ങും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, ഫുള്ളി പോയിട്ടില്ല, രണ്ടും ഫുള്ളി ഫിക്സ് ആയിട്ടില്ല. പക്ഷേ മറ്റേനാട്ടും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ച് ദിവസമെങ്കിലും വന്നിട്ടുണ്ട്. എനിക്ക് അടുത്ത അപ്ഡേറ്റിൽ ഇനി ഫുള്ള് ശരിയാക്കാൻ തോന്നുന്നു, പറയാൻ പറ്റില്ലോ. അപ്പോൾ ഈ സാധനം ഈ അപ്ഡേറ്റ് എന്തായാലും നമ്മൾ റെക്കമെൻഡഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ്. പക്ഷേ ഒരു ക്യാച്ച് ഉണ്ട്. നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യണമെന്ന് എന്തായാലും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ റിസ്ക്കിയാണ്. എന്താ വെച്ചാൽ ഡിസ്പ്ലേ പോകാൻ ഗ്രീൻ ഇഷ്യൂ സംഭവമൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ വാറണ്ടിയിലുള്ള ഫോണാണെങ്കിൽ കണ്ണും പൂട്ടി ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. എന്താ വെച്ചാൽ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് നമുക്ക് വെരി ഇമ്പോർട്ടൻസ് സാധനമാണ്. നമ്മുടെ ഫോണിൻ്റെ എന്താ പറയുക സെക്യൂരിറ്റിനെ ആക്കണം എന്നൊരു സംഭവമാണ്. അപ്പോൾ ശരിക്കും റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. പക്ഷേ അതിൽ ഇങ്ങനെ ഒരു കുറേ ഇഷ്യൂസ് വന്ന കാരണമാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫോൺ വാറണ്ടിയിലാണെങ്കിൽ അത് മാത്രമല്ല, നിങ്ങളുടെ എക്സ്റ്റൻഡഡ് വാറണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം കേട്ടോ. വേറെ ഇഷ്യൂസ് ഒന്നും വരാൻ ഭയങ്കര ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഫുൾ ചാർജ് ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചാർജിന് കുത്തി വെച്ചിട്ട് ചെയ്യുക. അതുപോലെ തന്നെ വൈഫൈയിലും ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് PC കണക്ട് ചെയ്തിട്ട് അവരുടെ സോഫ്റ്റ്വെയർ ത്രൂവും ചെയ്യാൻ നോക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ ക്യാഷ് ക്ലിയറിങ്ങും ചെറിയൊരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഫിക്സ് ആയിട്ട് കുറേ പേര് പറയുന്നുണ്ട്. ഇത് ഭയങ്കര ലിമിറ്റഡ്, അതായത് 5% ആൾക്കാർക്കൊക്കെ ഈ സാധനം ക്യാഷ് ക്ലിയർ ചെയ്തിട്ട് ആ ഇഷ്യൂ സോൾവ് ആവുന്നുള്ളൂ. അത് ക്യാഷ് ക്ലിയർ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിൻ്റെ സേഫ് മോഡിൽ കയറുക, അതായത് വോളിയം അപ്പും അതുപോലെ തന്നെ പവർ ബട്ടൺ അമർത്തി പിടിച്ചിട്ട് നമുക്ക് ബൂട്ട് ചെയ്യുന്ന പരിപാടി ഇല്ലേ, അത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെനു വരും. ഞാനത് കാണിച്ചു തരുന്നില്ല. അതിൽ നിങ്ങൾക്ക് ക്യാഷ് ക്ലിയറിങ് കാണാം. അപ്പോൾ അതങ്ങനെ അത് ചെയ്താൽ മതിയിട്ടാ. അത് പക്ഷേ ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. അത് ഒരു ചെറിയൊരു ഫിക്സ് ആണ് അത് ആക്ച്വലി. അത് പക്ഷേ എല്ലാത്തിലും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ല, 5% ആൾക്കാർക്കൊക്കെ അത് ചെയ്തിട്ട് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ഫിക്സ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനൽസ് കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അടുത്ത പോലെ